ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ഹാർമണി ഓഫ് മാർവൽസ് എന്ന യൂണിറ്റിലെ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്നുള്ള ഒരു ചാപ്റ്ററാണ്. ഈ സ്റ്റോറി എഴുതിയിട്ടുള്ളത് പെഡ്രോ പാബ്ലോ സാക്രിസ്റ്റാൻ എന്ന ഒരു റൈറ്ററാണ്. സോ നമുക്ക് ഈ സ്റ്റോറി എന്താണെന്ന് നോക്കാം. റിക്കി എന്ന് പറയുന്ന ഒരു 11 വയസ്സായ ആൺകുട്ടിയാണ് ഇതിലെ മെയിൻ ക്യാരക്ടർ. അവൻ താമസിച്ചിരുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു വീട്ടിലായിരുന്നു. അവൻ എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ആ വീട്ടിലുണ്ടായിരുന്നു. അവൻ്റെ കയ്യിലുള്ള ഓരോ സാധനങ്ങളും അവൻ അവിടെ ഇവിടെ മൊത്തം വലിച്ചു വാരിയിട്ടിട്ടുണ്ടാവും. അതായിരുന്നു അവൻ്റെ ഒരു സ്വഭാവം. അവൻ്റെ അമ്മക്ക് അവൻ്റെ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു സമയമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ്റെ അമ്മ ബാങ്കിലെ മാനേജർ കൂടിയായിരുന്നു. അവർ രാവിലെ തന്നെ ജോലിക്ക് പോകും. പക്ഷേ റിക്കി അവൻ വീട്ടിൽ ഒരു ഹെൽപ്പും ചെയ്യില്ല. സാധനങ്ങൾ എടുത്തു വെക്കുകയോ വൃത്തിയായി സൂക്ഷിക്കുകയോ ചെയ്യില്ല. അങ്ങനെ അവൻ്റെ പാരൻസ് ഒരു ബട്ട്ലർ റോബോട്ടിനെ വാങ്ങിച്ചു. ആ റോബോട്ട് അവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു. കുക്കിംഗ്, ക്ലീനിങ്, പിന്നെ ഡ്രസ്സസ് എല്ലാം അയൺ ചെയ്യുകയും ഇസ്തിരിടുകയും പിന്നെ റിക്കിയുടെ നിലത്ത് കിടക്കുന്ന ക്ലോത്ത്സ് എല്ലാം എടുത്തു വെക്കുകയും ചെയ്തിരുന്നു. ആദ്യത്തെ ദിവസം അവൻ ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ്റെ ബെഡ്റൂം ഒക്കെ ഒരു ഡിസാസ്റ്റർ, ദുരന്തം കഴിഞ്ഞതുപോലെയായിരുന്നു. കാരണം വളരെ വൃത്തികേടായിട്ടായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നത്. പക്ഷെ അവൻ രാവിലെ എണീച്ചപ്പോൾ എല്ലായിടവും വളരെ ക്ലീൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ട് റിക്കി വളരെയധികം അതിശയപ്പെട്ടു. അത്രയും ക്ലീൻ ആയിരിക്കും കൊണ്ട് തന്നെ അവൻ വെച്ചിടത്തൊന്നും അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ഫുട്ബോളും ഒന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അതിനുവേണ്ടി അവൻ അവൻ്റെ അമ്മയെ ശല്യപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. അവൻ എല്ലാ ഭാഗത്തും തിരഞ്ഞു നോക്കിയിട്ടും അവൻ്റെ ടീഷർട്ടും ബോളും മാത്രം കാണുന്നില്ല. അങ്ങനെ റിക്കി റോബോട്ടിനെ വളരെ സംശയകരമായ രീതിയിൽ നോക്കി. ഇത് റോബോട്ടിന്റെ പണിയായിരിക്കുമെന്ന് അവൻ വിചാരിച്ചു. അങ്ങനെ അവൻ റോബോട്ടിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ പിന്നാലെ നടന്ന് അതിനെ നിരീക്ഷിക്കാൻ തുടങ്ങി. സ്റ്റോർ റൂമിൽ ഉണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ നീറ്റായിട്ട് മടക്കി വെക്കുകയായിരുന്നു റോബോട്ട് ചെയ്തിരുന്നത്. അങ്ങനെ അവൻ ചെന്ന് അച്ഛനോട് ആ റോബോട്ട് ഒരു കംപ്ലൈന്റ് ഉള്ള റോബോട്ടാണ് എന്ന് പറഞ്ഞു. അത് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് പറയുകയാണ്. അവൻ്റെ സാധനങ്ങളൊക്കെ റോബോട്ട് മോഷ്ടിക്കുകയാണ് എന്നും പറഞ്ഞു. റിക്കി ആ റോബോട്ടിനെ മാറ്റണം എന്ന് അച്ഛനോട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ അവൻ്റെ പാരൻസ് അതിന് സമ്മതിച്ചില്ല. കാരണം അവർക്ക് ഈ റോബോട്ട് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആ റോബോട്ട് അവിടെയുള്ള പണികളെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ റിക്കിക്ക് ആ റോബോട്ട് അവിടെ നിന്ന് പോകണം എന്ന ഒരു ദുർവാശിയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അച്ഛനും മകനും തമ്മിൽ ഒരു വഴക്കുണ്ടാവുകയാണ്. റോബോട്ട് ഓരോ സാധനങ്ങളും ഒളിപ്പിച്ചു വെക്കുകയാണ് എന്ന് കംപ്ലൈന്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റിക്കി. അങ്ങനെ റിക്കിയുടെ കംപ്ലൈന്റ്സ് എല്ലാം ഈ റോബോട്ട് കേൾക്കുകയും അപ്പോൾ തന്നെ അവൻ്റെ ഷൂസും കുറച്ച് ഡ്രസ്സസ് ഒക്കെ അവന് തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ അവിടെ റിക്കിയും റോബോട്ടും തമ്മിൽ ഒരു ആർഗ്യുമെന്റ്, വഴക്കുണ്ടാവും. റോബോട്ട് വിചാരിച്ചിരുന്നത് റിക്കിക്ക് ആവശ്യമില്ലാത്ത ഡ്രസ്സുകളൊക്കെ ആയതുകൊണ്ടാണ് അവൻ അതൊക്കെ നിലത്ത് വാരി വലിച്ചിട്ടിരിക്കുന്നത് എന്നായിരുന്നു. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനാണ് അവനെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ രാത്രിയിൽ ആ സാധനങ്ങളൊക്കെ അത് ആവശ്യമുള്ള ഒരുപാട് മനുഷ്യർ ഈ ലോകത്തുണ്ടാകും, അവർക്കൊക്കെ അത് അയച്ചു കൊടുക്കുമെന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ആ റോബോട്ട് പറയുന്നതൊക്കെ കേട്ടപ്പോൾ റിക്കിക്ക് ആകെ നാണക്കേടായി. അവൻ ഓരോ സാധനങ്ങളും സൂക്ഷിക്കാതെ അവിടെയും ഇവിടെയും ഇട്ടിട്ടായിരുന്നു ഇതുവരെ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. റിക്കി കുറേ സാധനങ്ങൾ അനാവശ്യമായി ഇടുന്നുണ്ട്. ആ സാധനങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. അവനെപ്പോലെ എല്ലാവരെല്ലാം അതൊക്കെ നല്ല രീതിയിൽ സൂക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ റിക്കിക്ക് മനസ്സിലായി റോബോട്ട് തെറ്റായി ഒന്നും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെ റിക്കി റോബോട്ടിന്റെ പോലെ തന്നെ മാക്സിമം എഫിഷ്യൻസി ബോയ് ആവാൻ, അതായത് മാക്സിമം കഴിവുള്ള ഒരു കുട്ടിയാവാൻ റിക്കി തീരുമാനിച്ചു. അവൻ അവൻ്റെ എല്ലാ സാധനങ്ങളും വൃത്തിയോടെ വെക്കുകയും അതിനെയൊക്കെ നല്ലവണ്ണം കെയർ ചെയ്യാനും സൂക്ഷിക്കാനൊക്കെ തുടങ്ങി. റോബോട്ടിന്റെ അടുത്ത് നിന്നും അങ്ങനെ അവൻ ഒരു പാഠം പഠിക്കുകയും ചെയ്തു. അവൻ്റെ പോക്കറ്റ് മണി കൊണ്ട് അവൻ മറ്റ് ആവശ്യക്കാർക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ അവൻ നല്ലൊരു ക്യാരക്ടറുള്ള ഒരു കുട്ടിയായിട്ട് മാറുകയാണ്. സോ ഇതാണ് ഈ എ റോബോട്ട് വിത്ത് എ വൈറസ് എന്ന ഈ സ്റ്റോറിയിൽ പറയുന്നത്. ഈ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് നല്ലൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാവരും ഒരുപോലെയല്ല. ഒരുപാട് സന്തോഷത്തോടെയും ഒരുപാട് ബുദ്ധിമുട്ടിയും ജീവിക്കുന്നവർ നമ്മുടെ ചുറ്റിനും ഉണ്ടാവും. ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാത്തവരുണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്നും അനാവശ്യമായി ചെയ്യരുത്. നമുക്ക് ആവശ്യമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് നൽകി സഹായിക്കുക. സോ ഇത്രയുമാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. സോ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.